ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടാരോട്ട് ലവ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത് തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ പേഴ്സൺ രാത്രി കാലങ്ങളിൽ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള റീഡിംഗ് ആണ്, ഇൻഫോർമേഷൻ ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. സോ കാർഡ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. ഓക്കെ, സോറി, എൻ്റെ തൊണ്ട കുറച്ച് ഇതാണ്, കുറച്ച് കരകരപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പേഴ്സൻ്റെ രാത്രി കാലങ്ങളിൽ നിങ്ങളെക്കുറിച്ചിട്ടുള്ള ചിന്തകൾ എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ച് ആയിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പേഴ്സണെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ടെൻഷൻ അടിപ്പിച്ചുകൊണ്ടിരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഈ പേഴ്സൺ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാറി മറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ വളരെ വിഷമിച്ചിരുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ഈ പേഴ്സൺ തീർച്ചയായിട്ടും സന്തോഷത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു രീതിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ വളരെയധികം വിഷമിച്ചുകൊണ്ടിരുന്ന ഒരു സമയമാണെങ്കിൽ അല്ലെങ്കിൽ വളരെയധികം വിഷമിച്ചുകൊണ്ടിരുന്ന ഒരു സാഹചര്യമാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്നൊക്കെ മാറി ഈ വ്യക്തിക്ക് വളരെയധികം മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതായത് ഇവിടെ ഇപ്പോൾ ആദ്യമൊക്കെ ഈ പേഴ്സൺ ഉണ്ടായിരുന്ന ഫീലിങ്സ് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ അമിതമായിട്ടുള്ള വിഷമം, സന്തോഷം ഒട്ടുമില്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു സിറ്റുവേഷൻ ഈ പേഴ്സൺ ബാലൻസ് ചെയ്യാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാർഡ്സിൽ നിന്നും വ്യക്തമാകുന്നത്. ഓക്കെ, അതാണ് ആ ഒരു ബാലൻസിങ് ആക്ട് നമുക്ക് വന്നിട്ടുള്ളത്. ഈ പേഴ്സന്റെ എനർജികൾ ഈ പേഴ്സൺ സ്വയം നിയന്ത്രിക്കാനും ബാലൻസ് ചെയ്യാനും തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ വ്യക്തി ആയിരിക്കുന്ന ആ ഒരു സാഹചര്യം അതിൽ നിന്നും ഓടി രക്ഷപ്പെടാനായിട്ട് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ അനാവശ്യമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഈ വ്യക്തിയുടെ തലയിൽ വന്ന് വീണതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഇപ്പോൾ സാമ്പത്തികപരമായിട്ട്, അതായത് ഇപ്പോൾ മറ്റാരെങ്കിലും ഉണ്ടാക്കി വെച്ച ബുദ്ധിമുട്ടുകൾ ഈ വ്യക്തി സോൾവ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഈ വ്യക്തിയുടെ തലയിലേക്കോ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്കോ ചില അനാവശ്യമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് വന്ന് വീണതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് പരിഹരിക്കപ്പെടേണ്ടത് ഈ വ്യക്തി ആയിരിക്കില്ല, ഈ വ്യക്തിയുടെ പ്രയത്നം കൊണ്ടായിരിക്കില്ല അത് പരിഹരിക്കപ്പെടേണ്ടത്. പക്ഷെ ഈ പേഴ്സണ് പരിഹരിക്കേണ്ട അവസ്ഥ വരുന്നു. അത്തരം അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും ഈ പേഴ്സൺ രക്ഷപ്പെടാൻ നോക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് എനിക്ക് അനാവശ്യമായിട്ട് റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ഈ പേഴ്സന്റെ ജീവിതത്തിൽ മറ്റുള്ളവർ അനാവശ്യമായിട്ട് ഇടപെട്ട് കൺട്രോൾ ചെയ്യാൻ നോക്കിയിട്ട് ഈ പേഴ്സൺ വളരെയധികം ഡെസ്പായി പോയതായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരു വശം വെച്ച് നോക്കുമ്പോൾ നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പ് പോലും ഒരു പരിധി വരെ ബ്രേക്കപ്പ് ആകാനും നോ കോണ്ടാക്ട് ആകാനുമുള്ള സാഹചര്യങ്ങൾ ഈ പേഴ്സന്റെ വീട്ടുകാർ കാരണമാണ് എന്നുള്ള രീതിയിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ എങ്കിൽ പോലും ഈ പേഴ്സൺ മോശപ്പെട്ട വ്യക്തികളിൽ നിന്നും ഓടി ഒളിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഈ വ്യക്തിയുടെ പേഴ്സണൽ ലൈഫ് ഈ വ്യക്തിയുടെ കൈകളിലേക്ക് തന്നെ തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് അനാവശ്യമായിട്ടുള്ള നെഗറ്റീവ് എനർജികളുടെ സാന്നിധ്യം ഇവിടെ ഒഴിവായിക്കൊണ്ടിരിക്കുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മാജിക്കൽ മാപ്പ് ഷിഫ്റ്റർ ആണ് കിട്ടിയിട്ടുള്ളത്. അതായത് ഈ വ്യക്തിയുടെ ജീവിതത്തിലും ഈ വ്യക്തി നിങ്ങളായിട്ട് കമ്മിറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ലൈഫിലും ധാരാളം അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതിന് സൂചിപ്പിക്കുന്ന ഒരു സൂചനയായിട്ടാണ് നമുക്ക് കാർഡ്സ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ഇപ്പോൾ മറ്റുള്ളവരായിട്ട് തല്ലുപിടിക്കാനോ വാക്ക് തർക്കത്തിന് നിൽക്കാനോ ദേഷ്യപ്പെടാനോ ഒന്നും തയ്യാറാകുന്നില്ല. പകരം നിശബ്ദമായി ഇരുന്നു കൊണ്ട് കാര്യങ്ങളെ മനസ്സിലാക്കാനും
മാറ്റി നിർത്തേണ്ട വ്യക്തികളെ മാറ്റി നിർത്താനും ചേർത്ത് നിർത്തേണ്ട വ്യക്തികളെ ചേർത്ത് നിർത്താനും ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അതിനു വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ രാത്രികാലങ്ങളിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അതിൽ എല്ലാ എനർജിയും വരുന്നുണ്ട്. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ആദ്യമൊക്കെ ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവിടെ വളരെയധികം ഇരുണ്ട ചിന്തകളെയാണ് നമുക്ക് കൂടുതലും കാണാൻ സാധിച്ചിരുന്നത്. ഇരുണ്ട ചിന്തകൾ എന്ന് പറയുന്നത് ടോക്സിസിറ്റിയെ സൂചിപ്പിക്കുന്ന ചിന്തകൾ. അതായത് നെഗറ്റീവായിട്ടുള്ള രീതിയിൽ ചിന്തിക്കുക. ഓക്കെ, നിങ്ങളായിട്ട് ഒന്നിക്കാൻ പറ്റുമോ, ഇല്ലേ, നിങ്ങളായിട്ട് ഇനി ഒരു ലൈഫ് ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ചുള്ള ധാരാളം നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ആണ് ഈ പേഴ്സണെ വേട്ടയാടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ പേഴ്സന്റെ ലൈഫിൽ നിന്നും ധാരാളം ടോക്സിസിറ്റി സ്പ്രെഡ് ചെയ്തുകൊണ്ടിരുന്ന മോശപ്പെട്ട വ്യക്തികളെ പരിപൂർണമായിട്ടും ഒഴിവാക്കിയപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ ലൈഫിലേക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരാനും വന്നുകൊണ്ടിരിക്കുന്നതായിട്ടും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഈ പേഴ്സണി പോസിറ്റീവ് ആയിക്കൊണ്ടിരിക്കുന്നതായിട്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്കിവിടെ മിഡിൽ പോർഷൻ ഓഫ് ദ കാർഡ് ഇലുമിനേറ്റഡ് പാത്ത് ആണ് കിട്ടിയിട്ടുള്ളത്. അതായത് ഇരുട്ട് പിടിച്ചു കിടക്കുന്ന വഴിയിലേക്കോ അല്ലെങ്കിൽ ഇരുട്ട് പിടിച്ചു കിടക്കുന്ന പ്രദേശങ്ങളിലേക്കോ ധാരാളം വെളിച്ചം വരുന്ന അവസ്ഥ. ചുരുക്കി പറഞ്ഞാൽ നെഗറ്റീവിൽ നിന്നും പോസിറ്റിവിറ്റിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം. അപ്പൊ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ വിജയമാണ്. അതുപോലെ ഈ പേഴ്സൺ സാമ്പത്തികത്തിനും നിങ്ങളുമായിട്ടുള്ള സ്നേഹത്തിനുമാണ് ഇപ്പോൾ ഈ വ്യക്തി ഏറ്റവും കൂടുതൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതും വില കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നതും. അപ്പൊ വിദേശത്തൊക്കെ ആണെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് കുറച്ച് സമയം പിടിക്കുന്നതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ വ്യക്തി കുറച്ചധികം സ്വന്തമായിട്ട് അധ്വാനിക്കണം, ഏൺ ചെയ്യണം, സ്വന്തമായിട്ട് എന്തെങ്കിലും നേടിയെടുക്കണം എന്നുള്ള ചിന്തയിൽ നടക്കുന്നത് കൊണ്ടും അതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ടും കൂടിയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ കെയറിങ് കണക്ഷൻസ് ആണ് കാണിച്ചിട്ടുള്ളത്. ഇത് തികച്ചും നിങ്ങളുടെ വിജയം തന്നെയായിട്ടാണ് കാണിക്കുന്നത്. കാരണം ഈ പേഴ്സൺ നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിനുള്ള ഉത്തമ എക്സാമ്പിൾ ആണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ പൗർണമി ദിവസങ്ങളിലൊക്കെ നിങ്ങൾ പ്രയർ, ഫുൾ മൂൺ, ന്യൂ മൂൺ പ്രയർ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഈ പേഴ്സൺ നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നു, നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ ലഭിക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത്. സോ പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത ഡീറ്റെയിൽസും കാര്യങ്ങളും അവിടെ പറയുന്നതായിരിക്കും. ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ.